ഇപ്പോൾ ABVPയുടെ പ്രതിഷേധം കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് നടക്കുന്നു. സംഘർഷമാണ് തത്സമയം. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലേക്കാണ് ഈ ABVP പ്രവർത്തകരുടെ പ്രതിഷേധമെന്നാണ് മനസ്സിലാകുന്നത്. വൈസ് ചാൻസലറുടെ വസതിയിലേക്കാണോ ABVP പ്രവർത്തകർ തള്ളിക്കയറിയതെന്നും സംശയിക്കണം. പ്രതിഷേധം പ്രതിഷേധം ABVPയുടെ പ്രതിഷേധം. വൈസ് ചാൻസലറെ മൂരാച്ച് സമാനമായ രീതിയിൽ തന്നെ വീഴ്ചയുടെ മറ്റൊരു അകത്ത് പ്രകടിച്ചതോടെയാണ് വീണ്ടും ഒരു സംഘർഷാന്തരം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന വീഴ്ചയുടെ വീട്ടിലേക്കാണ് ഈ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ചില പ്രവർത്തകർ വീടിനുള്ളിൽ കയറി. ഇവരെ പോലീസ് ഇപ്പോൾ മാറ്റുകയാണ്, അവിടെ നിന്ന് മാറ്റുകയാണ്. മറ്റൊരു പ്രവർത്തകൻ ഇപ്പോൾ വീടിനുള്ളിലേക്ക് ഓടിക്കയറുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം. ഏതായാലും വലിയ പ്രതിഷേധമാണ് ABVPക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഓടിച്ചേർന്ന സാഹചര്യം പോലീസുമായി പ്രവർത്തകർ മലപ്പുറത്ത് നടക്കുന്ന സമീപത്തിലുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച പോലീസിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 3-ലധികം ABVP പ്രവർത്തകരാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് സമീപത്തേക്ക് അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. അതായത് 16ഓളം ഇന്നലെ കാണിക്കണേ, ഇന്നലെ നിങ്ങൾ കാണിക്കും. എന്നാലും
പോലീസ് അതായത് ആദ്യഘട്ടത്തിൽ മുൻവശത്താണ് പ്രതിഷേധിക്കുന്നത്. എന്നാൽ പിന്നീട് അത് മാറുകയായിരുന്നു. കാരണം പിന്നീട് അവർ ഈ നമുക്ക് ബിസിനെ കണ്ടാൽ ഇപ്പോഴും വിടു സാറേ. എന്ത് പറഞ്ഞേക്കെ ഞങ്ങൾക്ക് ബിസിനെ കണ്ടൂടെ? നിങ്ങളിവിടെ മേത്തുന്നിവിടെ അത് നടക്കൂല. നിങ്ങൾ രണ്ടു പോലീസല്ലേ, നിങ്ങളെ കൊണ്ട് പറ്റിയാൽ മതി. ഒരു സുഹൃത്തുമില്ല സാറേ, ഒരു സുഹൃത്തുമില്ല. ആ ഇന്നലെ കഴിഞ്ഞു. പേടിക്കല്ലേ, നമുക്ക് പേടിക്കാം എല്ലാവർക്കും. മനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. മനീഷ്, ഈ BC-യുടെ വീടിനുള്ളിലാണ് ഇപ്പോൾ ABVP പ്രവർത്തകർ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗങ്ങളെ അകത്ത് കയറ്റത്തതുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ തുടർച്ചയാണ് ഇത്. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്? തീർച്ചയായും രാവിലെ 11:30ക്കാണ് ABVP-യുടെ സമരം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ VC സ്ഥലത്തില്ലാത്ത സാഹചര്യത്തിൽ ഉച്ച കഴിഞ്ഞത്തേക്ക് സമരം മാറ്റുകയായിരുന്നു. ഇതിനുശേഷമാണ് ഏതാണ്ട് 20-ഓളം വരുന്ന ABVP പ്രവർത്തകർ VC-യുടെ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തിൽ ഉള്ള ബംഗ്ലാവിലേക്ക് എത്തിയിരുന്നത്. എന്തായാലും പ്രവർത്തകർ എത്തിയപ്പോൾ തന്നെ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ തന്നെ പോലീസുകാർ ചേർന്ന് ബംഗ്ലാവിന്റെ മുന്നിൽ നിന്ന് ഈ പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റുന്നതിനുള്ള അല്ലെങ്കിൽ അവരെ സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്നത്. വലിയ പ്രതിരോധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അവർ നിലത്ത് വീണും ഉരുണ്ടും അല്ലെങ്കിൽ പോലീസിന്റെ പിടിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമത്തെ പ്രതിരോധിച്ചുമൊക്കെ കിടക്കുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിഷേധം തന്നെയാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർവകലാശാല ആസ്ഥാനം വലിയ സംഘർഷങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. ഇതിനൊടുവിൽ ഇന്നലെ ഈ സർവകലാശാല സെനറ്റ് സ്ഥാനത്തേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത RSS പ്രവർത്തകരെന്ന് SFI ആരോപിക്കുന്ന അംഗങ്ങളെ പ്രവേശിപ്പിക്കാതിരുന്നു. ഇതിനു പിന്നിൽ സർവകലാശാലയും പ്രതിഷേധക്കാരും പോലീസും ഒക്കെ ചേർന്നൊരു ഒത്തുകളിയുണ്ട്. ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളുകളെ ഒരു തരത്തിലും ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ശ്രമം ഗൂഢാലോചന ഉണ്ടായി എന്ന് ആരോപിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ABVP പ്രവർത്തകർ ഈ VC-യുടെ വീട്ടിലേക്ക് തന്നെ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. VC-ക്കും ഈ നീക്കത്തിൽ പങ്കുണ്ട് എന്ന ഒരു ആരോപണമാണ് ABVP പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് VC-യുടെ വീട്ടിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ തന്നെ ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സമരം ആരംഭിച്ചപ്പോൾ VC സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് VC സമരം വൈകിച്ചതും പിന്നീട് VC-യുടെ ബംഗ്ലാവിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പാലിക്കും.